പ്രിയമുള്ളവരെ, MBA മിഷൻ്റെ നോമ്പ് കാലത്തിലെ ഡെയിലി വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ഈ ഹോളി വീക്കിൽ നടത്തിയ 4 ദിവസത്തെ ധ്യാനത്തിൽ ഓൺലൈനിലൂടെ പങ്കെടുക്കുകയും ചെയ്ത നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അനുമോദനങ്ങളും കൃതജ്ഞതയും അറിയിക്കുന്നു. എത്ര തിരക്കുള്ള ദിവസങ്ങളിൽ പോലും ധ്യാനം വിട്ടുകളയാതെ പങ്കെടുത്ത ഏവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. ഒരു പ്രത്യേക കാര്യം ഓർമ്മയിൽ വെച്ച് ഈശോയുടെ രക്ഷാകര രഹസ്യത്തിൽ അമ്മയെപ്പോലെ സഹകരിച്ച് ആത്മാക്കളെ രക്ഷിക്കാൻ മംഗളവാർത്താ തിരുനാളിന് ഒരുക്കമായി നടത്തിയ 9 ദിവസത്തെ പ്രാർത്ഥനയും ധ്യാനവും കൂടിയവർക്കും കൂടി ഞാൻ പ്രത്യേകം നന്ദിയും അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. 9ാം ദിന മംഗളവാർത്താ തിരുനാളിൽ മംഗളവാർത്താ മാതാവിൻ്റെ നാമത്തിലുള്ള മുരിങ്ങൂർ നടത്തിവരുന്ന MBA മിഷൻ ഓഫീസിൽ വെച്ച് നടത്തിയ പ്രാർത്ഥനാ ശുശ്രൂഷകൾ ഏവർക്കും അയച്ചു തന്നിരുന്നു. അന്ന് പാതിരാത്രിയിൽ പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് ദിവസവും ഈ പ്രാർത്ഥനാ ശുശ്രൂഷ കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പക്ഷം പ്രത്യേകമായിട്ട് അനുഗ്രഹങ്ങൾ ലഭിക്കും എന്ന് അതിൽ പറഞ്ഞിരുന്നു. അത് സ്കിപ്പ് ചെയ്തു പോകാൻ ഇടയായിട്ടുള്ളവർ ഏതെങ്കിലും കാരണത്താൽ അതിൽ കൂടണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. മറ്റുള്ളവരുടെ വേദന കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ വീഡിയോ അയച്ചു കൊടുക്കുക. അവരത് കേട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിക്കുന്നവർക്ക് ഉടനെ ഉത്തരം നൽകുന്ന അമ്മ എന്നായിരുന്നു അതിൻ്റെ ലിങ്ക്. നിങ്ങൾ MPA മിഷൻ P എന്നാണ് മംഗളവാർത്ത പ്രയർ അപ്പസ്തോലിക് മിഷൻ്റെ MPA അങ്ങനെ അയച്ചു കൊടുക്കുക. MBA മിഷൻ മുരിങ്ങൂർ നടിച്ചു കൊടുത്താലും കിട്ടും. അപ്പോൾ നിങ്ങൾ ആലുവ എന്ന് അടിച്ചു കൊടുക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് കിട്ടുക. അപ്പോൾ ആ പ്രാർത്ഥനാ ശുശ്രൂഷ നിങ്ങൾ അയച്ചു കൊടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. എന്നെയും അറിയിക്കുക. ഇങ്ങനെ ഓരോരുത്തർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, സിസ്റ്ററെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അവർ പ്രാർത്ഥിക്കുന്ന സമയം കൂടി എന്നോട് പറഞ്ഞാൽ ആ ടൈമിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിയോഗം വെച്ചുകൂടെ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങൾ ഒരാത്മാവിനെ മാത്രമല്ല, നിങ്ങളുടെ ആത്മാവിനെയും മറ്റുള്ളവരുടെ ആത്മാവിനെയും ഒന്നിച്ചു നേടുകയാണ് ഇതിലൂടെ ചെയ്യുക. ഈ അവസരം നിങ്ങൾ പാഴാക്കരുത്. നിങ്ങൾ എന്തെങ്കിലും ഒരു സഹായം ഈ മിഷൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പറ്റുമെങ്കിൽ നൽകുക. നമ്പർ 99 61 33 00 10. ഇത് ഗൂഗിൾ പേ ആണ്. ഞാൻ പറയുന്നത് 3 പ്രാവശ്യം ഇപ്പോൾ ന്യൂമോണിയ വന്നതിനാൽ 1 വർഷത്തോളമായിട്ട് യാതൊന്നും ചെയ്യാൻ പറ്റാതെ വിശ്രമിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഞാൻ വീഡിയോസ് വീണ്ടും ഇടാൻ തുടങ്ങി. ഇനി 2 മാസം കൂടി കഴിയുമ്പോൾ എനിക്ക് മറ്റുള്ള കാര്യങ്ങൾ കൂടി ചെയ്യാനായിട്ട് സാധിക്കണം. അത് നിങ്ങളുടെ പ്രാർത്ഥന വഴിയായിരിക്കണം. അതുകൊണ്ട് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുകയും അതോടൊപ്പം ഒരു ചെറിയ തുക അതിൻ്റെ വാടക കാശ് കൊടുക്കാനായിട്ട് അതിൻ്റെ ഓഫീസ് നമ്മളിപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ മാത്രമേ നമ്മൾ പൈസ കൂടുതലായതുകൊണ്ട് മാറ്റിക്കളഞ്ഞുള്ളൂ. ഞാൻ പ്രവർത്തിക്കാതെ അതിന് പൈസ കൊടുക്കാനായിട്ട് പറ്റുകയല്ലോ. അതുകൊണ്ട് പ്രവർത്തന ശേഷി കുറഞ്ഞപ്പം അത് വിട്ടുകളയേണ്ടി വന്നു. ഇനി അങ്ങനെ ഒരു സെൻറ്റർ ഉണ്ടാവാനും നിങ്ങൾക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് വഴിയൊരുക്കാനും നിങ്ങൾ പ്രാർത്ഥിക്കുകയും സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്യണം. എന്നോട് കൂടുതലായിട്ട് അതിന് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതറിയിക്കുക. IFC കോഡോ അതുപോലെ അക്കൗണ്ട് നമ്പറോ വേണമെങ്കിൽ അയച്ചു തരാം. എന്നെ ഒന്ന് വിളിച്ചാൽ മതി. 2 നമ്പറുണ്ട് എനിക്ക്, 99 61 33 00 10. അതിൽ വാട്സപ്പും ഗൂഗിൾ പേയും ഉണ്ട്. അതുപോലെ തന്നെ വാട്സപ്പ് ഉള്ളത് 82 81 15 47 30. ഇത് കൂടാതെ ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഈ രോഗാവസ്ഥയിലാണ് ഇങ്ങനെയൊരു ബുദ്ധിമുട്ട് വന്നത്. അതുകൊണ്ട് പിന്നെ എൻ്റെ മഠത്തിൽ നിന്ന് എല്ലാ സഹായങ്ങളും അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ തന്നെ തുടങ്ങിയ ഒരു മിഷനാണ്, ജനത്തിന് വേണ്ടി തുടങ്ങിയതാണ്. അതിന് നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ ഞാൻ തരികയാണ്. നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഇടവരുത്തരുതേ. നിങ്ങളിലൂടെ തന്നെ വേണം അത് വളർന്നു വരുവാനായിട്ട്. അടുത്ത അവസരത്തിൽ നിങ്ങളിലേക്ക് അത് ഞാൻ നൽകും.
അതിന് ദൈവം ഒരുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളെയൊക്കെ നന്ദിയോടെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായി ദൈവം അനുഗ്രഹിക്കട്ടെ. ഉദ്ധിതനായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സ്നേഹവും സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.